ലേഡീസ് അവറിൽ അടുത്തതായി പ്രണവം സെഗ്മെന്റ് ആണ്. കണ്ടിട്ട് മടങ്ങി വരാം. നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ ചൊവ്വയുടെ ദശാകാലത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അടുത്തത് രാഹുൽ ദശാകാലമാണ്. അതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി, ചൊവ്വയുടെ ദശാകാലം എന്ന് പറയുമ്പോൾ അശ്വതി മകമൂലത്തിൽ ജനിച്ച ഒരാൾക്ക് 46 വയസ്സാകുമ്പോൾ അവിടെ നിന്ന് രാഹു സ്റ്റാർട്ടാവുകയാണ്. ഇപ്പോൾ രാഹു ദശ എന്ന് പറഞ്ഞാൽ 18 വർഷ കാലഘട്ടമാണ്. ഇത് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ് ശുഭനും പാപനും തമ്മിലുള്ള ഗ്രഹങ്ങളുടെ വ്യത്യാസം മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ 18 വർഷം കടന്നു വരുമ്പോൾ അതിന് 3ആയിട്ട് ഭാവിച്ചാൽ തന്നെ ആദ്യത്തെ 6 വർഷം വളരെ ദുഷ്കരമായൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇതെല്ലാം ഇത്രയും കാലം ഉണ്ടായതെല്ലാം സമ്പാദിച്ചു വെച്ചതെല്ലാം അടിച്ചു കളയുന്ന ഒരു പ്രവണത, ഒരു മായക്കാഴ്ചയുടെ ഒരു കാലഘട്ടമാണ്. രാഹു എന്ന് പറയുമ്പോൾ കാര്യസമ്പത്തിൻ്റെ അതിദേവൻ തന്നെയാണ് രാഹു, എങ്കിലും ദശാകാലം വളരെ മോശമാണ്. ഇപ്പം ഞാൻ പല ആചാര്യന്മാരെ എഴുതിയ ജാതകങ്ങളൊക്കെ പരിശോധിക്കാറുണ്ട്. അതിനകത്തൊക്കെ അവർ ഈ രാഹുദശയിൽ വളരെ സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയുക നിധി കിട്ടും അങ്ങനെയുള്ള രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ അടുത്ത് വരുന്ന പലരും നമ്മളായിട്ട് അവർ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നത് രാഹുദശയിലെല്ലാം അടിച്ചു കളഞ്ഞു, ഒരു 99% നശിച്ച് നാരണക്കല്ല് പറിക്കുന്ന ഒരു കാലഘട്ടമാണ് രാഹുദശ കാലഘട്ടം. അപൂർവമായിട്ട് എന്തോ ദൈവഭാഗ്യം കൊണ്ടോ മുജ്ജന്മ സുഹൃതം കൊണ്ടോ ഗുരുകാരണവന്മാരുടെ പുണ്യം കൊണ്ടോ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ രാഹുദശയിൽ അങ്ങനെ അടിച്ച് എല്ലാം കൂടി പോകാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു ഇതുണ്ടായിട്ടുള്ളൂ. എന്നിരുന്നാലും അവർക്ക് മോശമായിട്ട് കടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ മായക്കാഴ്ച, അതായത് നമ്മുടെ ജീവിതത്തിൽ മായക്കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ രാഹു തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ആക്രാന്തം തോന്നും. കാരണം എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു അഭിനിവേശം വരും, എല്ലാം ലാഭമായിട്ട് തോന്നിക്കും. കാരണം എന്ത് സംരംഭം തുടങ്ങുമ്പോഴും അതെല്ലാം നമുക്ക് വളരെ വളരെ വിജയം കാണിക്കുന്ന പോലെയുള്ള രീതിയിൽ നമ്മുടെ കണ്ണിൽ മായക്കാഴ്ചകൾ വരും. ഇതിനാണ് മായക്കാഴ്ച എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണക്കൂട്ടുമ്പോൾ നമ്മൾ വേറെ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിട്ട് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ലാഭകരമായിട്ട് നമ്മളെ കാണിച്ചു തരും. പക്ഷേ അതിലേക്ക് ഇറങ്ങി ചാടിക്കഴിയുമ്പോൾ അത് വളരെ നഷ്ടത്തിലേക്ക് പോകും. അതാണ് മായക്കാഴ്ച എന്ന് പറയുന്നത്. അതേപോലെ രാഹുദശയിലൊക്കെ ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണെങ്കിലും രാഹുദശയൊക്കെ സ്റ്റാർട്ടായി ആ വരുന്ന കാലഘട്ടത്തിൽ ആ സമയത്തൊന്നും ജോലി മാറാനേ പാടില്ല. കാരണം എത്ര കഷ്ടപ്പെട്ടായാലും അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. കാരണം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ചാട്ടം ഒരിക്കലും നല്ലതിലേക്ക് വരില്ല. പിന്നെയും ഗുണദോഷ സമ്മിശ്രമായ അടുത്ത ഒരു കാലയളവ് വരണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു 6 വർഷം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അതിൽ തന്നെ ഒരു അല്പം ആശ്വാസകരമായൊരു കാലഘട്ടം വരണമെങ്കിലും ഏറ്റവും ലാസ്റ്റ് 6 വർഷത്തേക്ക് വരണം. അപ്പോഴേക്കും നമുക്ക് വയസ്സ് കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം വളരെ മുൻകരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് രാഹുദശ കാലഘട്ടത്തിന് സർപ്പത്തിന് 100 പാലുമാണ് അതിൻ്റെ വഴിപാട്. നാഗദേവതയാണ് പ്രധാനം. അതേപോലെ എല്ലാ ദേവീ ദേവക്ഷേത്രങ്ങളിലും നമ്മൾ വഴിപാടുകൾ ചെയ്യണം. പിന്നെ ഏറ്റവും വലിയൊരു പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈ രാഹുദശ കാലഘട്ടത്തിൽ നമുക്ക് ഈശ്വരവിശ്വാസം വളരെ കുറവായിരിക്കും. ഈ മുമ്പ് കടന്നു വന്ന 17 വർഷം ഉണ്ടായ ഒരാളെ ആയിരിക്കില്ല ഈ 18 വർഷം വരുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം ജീവിതം തന്നെ അയാളുടെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ടാവും. സ്വഭാവം മാറാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈശ്വരനോട് നിന്ന തോന്നുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പറയുന്നുണ്ട് സർപ്പത്തിന് 100 പാലം കൊടുക്കണം, അതേപോലെ പരമാവധി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഈ രാഹുദശ ബാധിച്ചിരിക്കുന്ന ഒരാൾക്ക്, ആ ദശാകാലം കിടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഈശ്വരനോട് ഒരു അടുപ്പം തോന്നില്ല. അത് ആ രാഹുവിൻ്റെ കാഠിന്യം കൊണ്ടാണ്. അപ്പോൾ അതിന് തന്നെ നമ്മൾ പരമാവധി രാഹുവിനെ തന്നെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടത്. ഇതിനൊന്നും പൂജാപരിഹാരങ്ങളില്ല. നമ്മൾ പറയുന്ന ദശാകാലങ്ങൾക്കെല്ലാം ക്ഷേത്ര വഴിപാടുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പൂജാപരിഹാരങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഗണപതി ഹോമം ചെയ്യാം, ഭഗവത് സേവ ചെയ്യാം, ഇതെല്ലാം നമുക്ക് ഐശ്വര്യം വരുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ദശയെ നേരെയാക്കി വരുന്നതിന് വേണ്ടിയിട്ടല്ല. ദശയെ നേരെയാക്കി വേണ്ടി വരുന്ന വഴിപാടുകൾ ആ ദശാനാഥിന് തന്നെയാണ് വഴിപാട് വരുന്നത്. അപ്പോൾ ആ ദശാനാഥിന് സർപ്പത്തിന് 100 പാലം കൊടുക്കുമ്പോൾ കന്നിമാസം ആയില്യം മുതൽ ഇടവ 10 വരെയുള്ള കാലഘട്ടത്തിൽ ആ സമയത്ത് മാത്രമേ സർപ്പത്തിന് 100 പാലം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇടവ 10 മുതൽ കന്നി ആയില്യം വരെയുള്ള സർപ്പസുഷുപ്തി കാലഘട്ടത്തിലൊന്നും നമ്മൾ സർപ്പത്തിന് ഒരു പരിഹാരങ്ങളും ആവശ്യമില്ല. പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഒരു ദിവസം കർക്കിടകം 1-ാം തീയതി മാത്രം സർപ്പം വന്ന് ഉണർന്ന് നമ്മൾ മനുഷ്യർ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റ് വന്ന് വീണ്ടും കിടക്കുന്ന പോലെയുള്ള ഒന്ന് തിരിഞ്ഞ് കിടക്കുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് കർക്കിടകം 1-ാം തീയതി വേണമെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ അങ്ങനെ പൂജകൾ നടക്കുന്നുണ്ടെങ്കിൽ അന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ കൊടുക്കാം. അല്ലാതെ കണ്ടുവരുന്ന നാഗപഞ്ചമി ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും സർപ്പ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് യാതൊരു വിശേഷം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം, കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പല ആചാര്യന്മാരും പല കാര്യങ്ങളും തെറ്റിദ്ധരിച്ചിട്ടാണ്
അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളത് പറയുന്നത് വലിയ ആചാര്യനാണ്, അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ഈ വഴിപാട് ചെയ്ത ഫലം ഉണ്ടാവുമെന്ന് കരുതണ്ട. കാരണം ഇത് തന്നെ ആലപ്പുഴ മുതൽ തെക്കോട്ട് ഈ പറഞ്ഞ കാലയളവിൽ സർപ്പപൂജകളൊന്നും ആരും വിധിക്കാറില്ല, ചെയ്യാറില്ല ക്ഷേത്രങ്ങളിലും. ഇത് തന്നെ വടക്കോട്ട് അങ്ങനെ അവിടെ സർപ്പ സുഷുപ്തിയൊന്നുമില്ല. അവിടെ ഏത് സമയത്ത് ചെന്നാലും പരിഹാരം, ആര് ചെന്നാലും പരിഹാരമുണ്ട്. അതേപോലെ തന്നെ ഇരുത്തലുമുണ്ട്, ആവാഹിച്ച് കളയലുമുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ സർപ്പത്തിനൊക്കെ ഇരുത്തുന്നതെങ്കിലും ആവാഹിച്ച് കളയുന്നതെങ്കിലും ഇത് വീണ്ടും വരും. അതായത് നമ്മളിപ്പോൾ ഒരാൾ തിരുവനന്തപുരത്തുള്ള ഒരാളെ ഉറക്കത്തിൽ നമ്മളത് കോഴിക്കോടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയാൾ അവിടെ ചെന്ന് ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ തിരിച്ച് നോക്കുമ്പോൾ സ്ഥലം മാറിക്കൊണ്ട് വീണ്ടും വരും. അപ്പോൾ ഉണർന്നിരിക്കുന്ന ആളെ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഉണർന്നിരിക്കുന്ന ആളെയാണ് കൊണ്ടുവന്നെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാകും. അപ്പോൾ രാഹു എന്ന് പറയുന്ന ഈ മായക്കാഴ്ചയുടെ കാലഘട്ടത്തിൽ സർപ്പത്തിന് നൂറും പാലും ചെയ്യുക. അത് പരമാവധി വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, ഏത് സർപ്പക്ഷേത്രത്തിലാണോ ചെയ്യുന്നത് നമ്മൾ തന്നെ നമ്മുടെ വീതാംശമായിട്ട് ആ സർപ്പത്തിന് മഞ്ഞൾപ്പൊടി പൊടിച്ചുകൊണ്ട് കൊടുക്കണം. പിന്നെ തിരുവാതിര, ചോതി, ചതയമാണ് ഈ രാഹുകാലത്തിൻ്റെ നക്ഷത്രങ്ങൾ. അപ്പോൾ തിരുവാതിര, ചോതി, ചതയം എന്ന് പറയുന്നത് അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങൾ. തിരുവാതിര, ചോതി, ചതയം. അതേപോലെ ചതയത്തിൻ്റെ ചോതിയും തിരുവാതിരയും, പിന്നെ ചോതിയുടെ തിരുവാതിരവും ചതയും, അങ്ങനെ അനുജന്മ നക്ഷത്രങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് തന്നെ നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞു വരുന്നത് അശ്വതി മകം മൂല നക്ഷത്രത്തിൽ ജനിച്ച ഒരാളുടെ 64 വയസ്സ് വരെയുള്ള നേർപകുതിയാക്കിയിട്ടുള്ള 64 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഈ പറഞ്ഞ തിരുവാതിരയിലോ ചോതിയിലോ ചതയത്തിലോ ജനിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ അതിന് 18 വർഷമാണ്. അപ്പോൾ ഇന്ന് കാലത്ത് ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം 18 വർഷം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്തും ടൈമൊക്കെ അറിയാവുന്നതുകൊണ്ട് ദശകാലം ബാലൻസ് കിട്ടും. ഇത് തന്നെ മുൻകാലങ്ങളിൽ ജനിച്ച ഒരാൾക്കാണെങ്കിൽ അതിൻ്റെ 18ൻ്റെ പകുതി 9 എടുത്തിട്ട് അത് വെച്ച് വീണ്ടും മറ്റുള്ള ദശാകാലങ്ങൾ പിന്നാലെ നമ്മൾ പറഞ്ഞു വരുന്ന, അതായത് രാഹു കഴിഞ്ഞാൽ അടുത്ത വ്യാഴദശ, അങ്ങനെ ഓരോ ദശാകാലം, ആ ദശാകാലം പറയുന്ന വർഷം, ഇത് നിങ്ങൾക്ക് തന്നെ സ്വയം കണക്കൂട്ടി പോകാവുന്നതുള്ളൂ. നമ്മളെല്ലാം കൃത്യമായിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത്ര വർഷം ഇന്ന ദശയാണ്, ആ ദശയ്ക്ക് ഇന്ന വഴിപാടാണെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സാമാന്യേന ചിന്തിക്കുന്ന ആളുകൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറേശ്ശെ അങ്ങ് ഗ്രഹിച്ചു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ വഴിപാടും കാര്യമൊക്കെ നിശ്ചയിക്കാൻ സാധിക്കും. കാരണം പല ജ്യോതിഷികളുടെ അടുത്ത് ചെല്ലുമ്പോഴും അവരിങ്ങനെ ദശാകാല വഴിപാടിനൊന്നും അവർ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അവർ സാധാരണ നീട്ടിപ്പിടിച്ച് ഇത്ര ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഇത്ര ചൊവ്വാഴ്ച ഇത്ര തിങ്കളാഴ്ച എന്നുള്ള രീതിയിൽ കുറച്ച് വഴിപാടങ്ങ് എഴുതി തരും. പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മളെല്ലാം വീണ്ടും വഴിപാട് എഴുതും. ഇപ്പോൾ നമ്മളുടെയൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് നമ്മളിപ്പോൾ 46 വയസ്സുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ ഞാൻ അങ്ങേർക്ക് 64 വയസ്സ് വരെ എന്നാണ് എഴുതി കൊടുക്കുന്നത്. ഉടനെ ഈ ചാർത്ത് കണ്ടിട്ട് ആൾ പറയും എനിക്ക് 64 വയസ്സൊന്നും ആയിട്ടില്ല, എനിക്ക് 46 ആയിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയുന്നത് വായിച്ച് നോക്കുക, പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, ആ കോപ്പിയിൽ എഴുതിയിട്ടുണ്ട് 64 വയസ്സ് വരെ രാഹുർദശാകാലത്ത്, അതാണ് വഴിപാട്. അതായത് നിങ്ങൾക്ക് 64 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതകാല വഴിപാടാണ് എഴുതി തരുന്നത്. അതിൻ്റെ താഴെ പിന്നെ വ്യാഴദശയുടെ ചീട്ട് അതിനകത്ത് ഇരിപ്പുണ്ട്, അതിനകത്തേക്ക് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അതേപോലെ ദശാകാലം അറിയാൻ പറ്റും. അപ്പോൾ രാഹുർദശയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് തന്നെ മുന്നോട്ട് തന്നെ പോകണം. പരമാവധി ശ്രദ്ധിച്ച് തന്നെ കടന്നു പോകേണ്ട ഒരു കാലഘട്ടമാണ് രാഹുർദശ കാലഘട്ടം. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം. NSS സ്ഥാപകനായ മന്നത്ത് പത്മനാഭന്റെ 49ാം ചരമവാർഷിക ദിനമാണെന്ന്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിച്ചു തുടങ്ങിയത്. അതെ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൽ നിന്നും വിട പറയുമ്പോൾ, ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും വിട പറയുമ്പോൾ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച ഒത്തിരിയധികം നവോത്ഥാന നടപടികൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നീക്കം കൊണ്ട് അല്ലെങ്കിൽ ഒരു വിഷൻ കൊണ്ടും എല്ലാം ഇന്ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനപൂർവ്വം ഒരു ഹിസ്റ്റോറിക്കലി തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയധികം മൈൽ സ്റ്റോൺ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്നത്തെ ദിവസം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും വിട പറയുകയാണ്. അപ്പോൾ NSS എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ചില സാമുദായിക സംഘടനകൾ അതിൻ്റെ എല്ലാ ഉദ്ദേശശുദ്ധിയോടും കൂടി തന്നെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. വരും കാലങ്ങളിലും എല്ലാ തരത്തിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സംഘടനകൾക്ക് സാധിക്കട്ടെ എന്നുള്ള നല്ല ഒരു നോട്ടിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.